തൃശൂർ അതിരപ്പള്ളിയിൽ വീണ്ടും കബാലിയുടെ ആക്രമണം. വിനോദസഞ്ചാരികളുടെ കാർ കാട്ടാന ആക്രമിച്ചു. ആക്രമണത്തിൽ നിന്നും വിനോദസഞ്ചാരികൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നു. അനീഷ്, കബാലി വീണ്ടും വില്ലനാവുകയാണ്. തീർച്ചയായും കാളിദാസ്, കബാലി വീണ്ടും ഈ മേഖലയിൽ ഇറങ്ങി തുടങ്ങി എന്ന് വേണം മനസ്സിലായി. ഇതടക്കം ഒരു മൂന്നാമത്തെ തവണയായിരിക്കും ഒരുപക്ഷെ കബാലി റോഡിലേക്ക് ഇറങ്ങുന്നത്. നേരത്തെ 2 തവണ ഇറങ്ങിയിരുന്നു. ഇതിപ്പോൾ ഇന്നലെ വൈകുന്നേരമാണ് ഇപ്പോൾ ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. അതിരപ്പള്ളിയിൽ നിന്നും മലക്കപ്പാറ പാതയിൽ അമ്പലപ്പാറ പെൻസ്റ്റോക്കിന് സമീപമാണ് ഇന്നലെ വൈകുന്നേരം കബാലി ഇറങ്ങിയ തരത്തിൽ വിനോദസഞ്ചാരികളുടെ കാറിന്റെ ബോണറ്റ് തകർത്തത്. ഈ സമയത്ത് വിനോദസഞ്ചാരികൾ കാറിനകത്തുണ്ടായിരുന്നു. പിറവത്ത് നിന്നും മലക്കപ്പാറയിലേക്ക് വിനോദ സഞ്ചാരത്തിന്റെ ഭാഗമായി സഞ്ചരിച്ചിരുന്ന ആളുകളുടെ കാറാണ് ഈ കബാലി ആക്രമിച്ചത്. ഈ സമയത്ത് ആളുകൾ ഉള്ളിലുണ്ടായിരുന്ന പിറവം സ്വദേശികളായ ആളുകൾ ഭയന്ന് പറിച്ചു. പക്ഷേ ആന ആ ബോണറ്റ് തകർക്കല്ലാതെ കാറിന് നേരെയോ അല്ലെങ്കിൽ വിനോദസഞ്ചാരികൾക്ക് നേരെയുള്ള ആക്രമണത്തിന് മുതിർന്നില്ല. പകരം ആന പിന്നീട് റോഡിൽ തന്നെ ഏറെ നേരം നിലയുറപ്പിച്ചു. റോഡിന് വശത്തും റോഡിന് മധ്യത്തിലും ഒക്കെയായി നിലയുറപ്പിച്ചു. ഈ സമയത്ത് നിരവധി വാഹനങ്ങളാണ്, വലിയ ട്രാവലർ ഉൾപ്പെടെയുള്ള നിരവധി വിനോദസഞ്ചാരികളുടെ വാഹനങ്ങളാണ് റോഡിൽ കുടുങ്ങിക്കിടന്ന്. പിന്നീട് മലക്കപ്പാറ പോലീസും അതുപോലെ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഒക്കെ എത്തിയാണ് ആനയെ അവിടെ നിന്നും മാറ്റി ഈ ഗതാഗതം, വിനോദസഞ്ചാരികളുടെ യാത്ര സുഗമമാക്കിയത്. ഇതടക്കം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മൂന്നാമത്തെ തവണയാണ് കബാലി ഇറങ്ങുന്നത്. നേരത്തെയും 2 തവണ സമാന രീതിയിൽ കബാലി റോഡിൽ ഇറങ്ങിയത്. പക്ഷേ അന്ന് വാഹനങ്ങൾക്ക് നേരെയുള്ള ഒരു ആക്രമണം അഴിച്ചുവിട്ടിരുന്നില്ല. പകരം റോഡിന് വശത്തുണ്ടായിരുന്ന മരമൊക്കെ മറിച്ച് റോഡിലേക്ക് ഇട്ട് അതിന്റെ ഇലകളും ചില്ലകളും എല്ലാം ഭക്ഷിച്ച് നിലയുറപ്പിച്ചു. മണിക്കൂറോളമാണ് അന്ന് ആ കബാലി റോഡിൽ നിലയുറപ്പിച്ചത്. അന്നും സമാന രീതിയിൽ പോലീസും വനവകുപ്പ് ഉദ്യോഗസ്ഥരും ഒക്കെ എത്തി ആ ആനയെ ശബ്ദമുണ്ടാക്കിയും മറ്റും കാട് കയറ്റി വിടുകയായിരുന്നു. കുറച്ചു നാളുകളായി കബാലിയുടെ ശല്യം ഈ മേഖലയിൽ ഉണ്ടായിരുന്നില്ല. 3-4 മാസത്തോളമായി കബാലി കാട് കയറിയിരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് വീണ്ടും കബാലി ഈ മേഖലയിലേക്ക് രംഗത്ത് വന്നത്, റോഡിലേക്ക് ഇറങ്ങിയത്. ഇതിപ്പോൾ മൂന്നാമത്തെ തവണയാണ് കബാലി ഇറങ്ങുന്നത്. എന്തായാലും ഈ വഴിയിലൂടെ ഈ തരത്തിൽ കബാലി അടിക്കടി ഇങ്ങനെ റോഡിലേക്ക് ഇറങ്ങി ഗതാഗതം തടസ്സം ഉണ്ടാക്കുന്നു, അതുപോലെ തന്നെ വാഹനങ്ങൾക്ക് നേരെയുള്ള ആക്രമണം അഴിച്ചുവിടുന്നതും ഒക്കെ ഉണ്ടായ സാഹചര്യത്തിൽ ഈ മേഖലയിലേക്കുള്ള വിനോദസഞ്ചാരികളും അതുപോലെ പ്രദേശവാസികളും അതുപോലെ തന്നെ വനവകുപ്പ് ഉദ്യോഗസ്ഥരും ഒക്കെ കടുത്ത ഭീതിയിലാണ്. കാരണം ഇനി ഇപ്പോൾ ആനയെ കാട് കയറ്റി വിട്ടെങ്കിലും ഇനി അടുത്ത നിമിഷം എപ്പോൾ വേണമെങ്കിലും ഈ ആന വീണ്ടും റോഡിലേക്ക് ഇറങ്ങാം എന്നൊരു സ്ഥിതിയാണുള്ളത്. എന്തായാലും കഴിഞ്ഞ തവണയൊന്നും വാഹനങ്ങൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടില്ലെങ്കിൽ പോലും ഇന്നലെ ഈ വിനോദസഞ്ചാരികളുടെ പിറത്തുനിന്ന് മലക്കപ്പാറയിലേക്ക് വന്നിരുന്നവരുടെ വാഹനം ആക്രമിച്ചതോടുകൂടി ആക്രമണ സ്വഭാവത്തിലേക്ക് കബാലി കടന്നു എന്ന് വേണം മനസ്സിലാക്കുക. ഈ മേഖലയിൽ 3 ഒറ്റക്കൊമ്പന്മാരാണ് പ്രധാനമായും പ്രശ്നക്കാരായിട്ടുള്ളത്. 1 ഏഴാറ്റുമുഖം ഗണപതി, 2 കബാലി, 3 മഞ്ഞക്കൊമ്പൻ. ഈ കബാലിയും മഞ്ഞക്കൊമ്പനും ഒക്കെയാണ് ഏറെ പ്രശ്നം സൃഷ്ടിക്കുന്ന കൊമ്പന്മാർ. അതേസമയം ഏഴാറ്റുമുഖം ഗണപതിയൊക്കെ ആണെങ്കിൽ നമുക്കറിയാം, നേരത്തെ അതിരപ്പള്ളി പോലീസ് സ്റ്റേഷൻ കോമ്പൗണ്ടിൽ പലതവണ വരികയും അവിടുത്തെ തെങ്ങിലെ പട്ട ഭക്ഷിക്കുകയും പോലീസുകാർ ഉൾപ്പെടെ ഇടപെട്ട് ആനയെ ഓടിച്ചുവിടുന്ന ദൃശ്യങ്ങളൊക്കെ സഹിതം നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ വാർത്ത നൽകിയതാണ്. പ്രശ്നക്കാരായ 2 കൊമ്പന്മാരാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് മഞ്ഞക്കൊമ്പനാണ്, ആദിവാസി ഉരുമൂപ്പന്റെ ഭാര്യ വരെ ആക്രമിച്ച് കൊലപ്പെടുത്തിയ കൊമ്പനാണ് മഞ്ഞക്കൊമ്പൻ. അതുപോലെ തന്നെയാണ് കബാലിയുടെ പ്രധാന രീതി എന്ന് ഈ റോഡിലേക്ക് ഇറങ്ങി വാഹന ഗതാഗതം തടയുക എന്നതാണ് കബാലിയുടെ രീതി. ഇതിപ്പോൾ ആക്രമണവും സ്വഭാവവും തുടങ്ങിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും പ്രദേശവാസികളും വിനോദസഞ്ചാരികളും വനവകുപ്പ് ഉദ്യോഗസ്ഥരും ഒക്കെ കടുത്ത ഭീതിയിലാണ് ഇപ്പോൾ ഉള്ളത്. കാളിദാസ്.